ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഋഷിദാസ് മെഡ്ഫോളിയോ. നടുവേദന പലർക്കും ഒരു ഞെട്ടലായിരിക്കും അല്ലേ ഇത് കേൾക്കുമ്പോൾ. കാരണം ഇന്ന് ലിംഗമോ പ്രായമോ വ്യത്യാസമില്ലാതെ എല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് നടുവേദന. എന്നാൽ ഇതൊരു രോഗമാണോ? നമുക്കൊന്ന് നോക്കാം അല്ലേ. പലപ്പോഴും അല്ലെങ്കിൽ നടുവേദന ഒരു രോഗലക്ഷണം മാത്രമാണ്. രോഗകാരണങ്ങൾ പലതാണ്. നട്ടെല്ലിനും നേരിട്ട് ബാധിക്കുന്ന രോഗങ്ങളുടെ ലക്ഷണമായിട്ടും നടുവേദന കാണാറുണ്ട്. അതുകൂടാതെ ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന രോഗങ്ങളുടെ ലക്ഷണമായിട്ടും പ്രധാനമായും നടുവേദന കാണാറുണ്ട്. പക്ഷെ നടുവേദന എന്ന് പറയുമ്പോൾ പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാരണമാണ് ഡിസ്ക് തകരാറുകൾ അല്ലേ. അപ്പോൾ നടുവേദനയ്ക്ക് കാരണമായിട്ടുള്ള ഏറ്റവും സാധാരണമായി കാണപ്പെടുന്ന കുറച്ച് കാരണങ്ങളിലൊന്നാണ് ഈ ഡിസ്ക് ഹെർണിയേഷൻ അഥവാ ഡിസ്ക് തള്ളിച്ച, അതുപോലെ തന്നെ നട്ടെല്ലിനുണ്ടാകുന്ന തേയ്മാനം സ്പോണ്ടൈലോസിസ്, അതുപോലെ തന്നെ ഈ നട്ടെല്ലിൻ്റെ സ്ഥാനമാറ്റം ലിസ്തസിസ്, അതുപോലെ തന്നെ ഈ സുഷുമ്നാ നാഡിയുടെ ചുരുങ്ങൽ അഥവാ സ്റ്റെനോസിസ് പോലെയുള്ള കാരണങ്ങൾ നട്ടെല്ലിനെ ബാധിക്കുന്ന സാധാരണമായിട്ടുള്ള ചില രോഗങ്ങൾ ആണ്. ഇതിന്റെ ലക്ഷണമായിട്ട് പൊതുവെ നടുവേദനയും കാലിലോട്ടുള്ള വേദനയുമാണ് കാണപ്പെടാറുള്ളത്. ഇതുപോലെ തന്നെ നട്ടെല്ലിനെ നേരിട്ട് ബാധിക്കുന്ന ചില അപൂർവമായിട്ടുള്ള രോഗങ്ങളാണ് ഈ വാതരോഗങ്ങളിൽ തന്നെ പ്രധാനമായിട്ടുള്ള റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ആങ്കൈലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ് പോലെയുള്ള ചില വാതരോഗങ്ങളിൽ നടുവേദന പ്രധാനമായും കാണപ്പെടാറുണ്ട്. ഇതിന്റെ ലക്ഷണങ്ങളിലെല്ലാം പൊതുവെ രാവിലെയാണ് കൂടുതലും നടുവേദനയൊക്കെ കൂടുതൽ കാണപ്പെടുന്നത് രാവിലെ ആയിരിക്കും. പിന്നെ നമ്മൾ പോകെ പോകെ ഈ ലക്ഷണങ്ങൾ കുറഞ്ഞു വരിക ചെയ്യാം. അതുപോലെ തന്നെ നട്ടെല്ലിനുണ്ടാകുന്ന ട്യൂമേഴ്സ്, അണുബാധ, ഇതെല്ലാം നട്ടെല്ലിനെ നേരിട്ട് ബാധിക്കുന്ന അപൂർവമായിട്ടുള്ള ചില രോഗങ്ങളാണ്. ഇതിലെല്ലാം തന്നെ നടുവേദന ഒരു പ്രധാന രോഗലക്ഷണമാണ്. എന്നാൽ ശരീരത്തിന്റെ ചില മറ്റു ഭാഗങ്ങളിൽ ബാധിക്കുന്ന ചില രോഗങ്ങളുടെ പ്രധാന രോഗലക്ഷണമായി നടുവേദന കാണാറുണ്ട്. ഇത് പലപ്പോഴും നമുക്ക് അറിയാതെ പോകുന്ന ഒരു വിഷയമാണ് അല്ലേ. നമ്മുടെ ശരീരത്തിലെ പിത്താശയത്തിനെയോ അതുപോലെ ആമാശയം, പാൻക്രിയാസിനെയൊക്കെ ബാധിക്കുന്ന ചില രോഗങ്ങളിൽ നടുവേദന ഒരു ലക്ഷണമാണ്. ഇതിനോടൊപ്പം മറ്റ് രോഗലക്ഷണങ്ങൾ, ഇത്തരം അസുഖങ്ങളിൽ കാണപ്പെടുന്ന മറ്റ് രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഛർദി, വിശപ്പില്ലായ്മ, ഭക്ഷണം കഴിക്കുമ്പോഴുണ്ടാകുന്ന വയറുവേദന, അതുപോലെ തന്നെ ശരീരത്തിന് പെട്ടെന്നുണ്ടാകുന്ന ഭാരക്കുറവ്, ഇത്തരം രോഗലക്ഷണങ്ങളാണ് നടുവേദനയോടൊപ്പം ഈ കണ്ടീഷനിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ മൂത്രാശയത്തിൽ ഉണ്ടാകുന്ന കല്ല്, മൂത്രാശയത്തെ ബാധിക്കുന്ന പഴുപ്പ്, അതുപോലെ തന്നെ പുരുഷന്മാരിൽ കാണുന്ന പ്രോസ്റ്റേറ്റിനെ ബാധിക്കുന്ന അണുബാധയിലും ഇത്തരം നടുവേദന ഒരു പ്രധാന ലക്ഷണമായിട്ട് കാണപ്പെടാറുണ്ട്. ഇത്തരം കണ്ടീഷൻസിൽ നടുവേദനയോടൊപ്പം തന്നെ അരക്കെട്ടിലുണ്ടാവുന്ന വേദന, മൂത്രം പോകുമ്പോഴുണ്ടാകുന്ന വേദന, ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, ഇത്തരം ലക്ഷണങ്ങളാണ് മറ്റ് രോഗലക്ഷണങ്ങളായിട്ട് കാണപ്പെടുന്നത്. സ്ത്രീകളിൽ കാണപ്പെടുന്ന ഗർഭാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളായിട്ടുള്ള ഫൈബ്രോയിഡ്, എൻഡോമെട്രിയോസിസ്, അതുപോലെ ഗർഭാശയത്തിനുണ്ടാവുന്ന അണുബാധ, ഇത്തരം കണ്ടീഷൻസിലും നടുവേദന ഒരു രോഗലക്ഷണമായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ആർത്തവ ക്രമക്കേടുകൾ, അമിതമായിട്ടുള്ള രക്തസ്രാവം, ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന കഠിനമായിട്ടുള്ള വയറുവേദനയൊക്കെയാണ് ഇതോടൊപ്പം കാണുന്ന മറ്റ് രോഗലക്ഷണങ്ങൾ. എന്നാൽ ഈ രോഗങ്ങളൊന്നും അല്ലാതെ ചില അപകടകരമായ കണ്ടീഷൻസ് ആയിട്ടുള്ള രോഗങ്ങളിലും നടുവേദന ഒരു പ്രധാന ലക്ഷണമായിട്ട് കാണുന്നുണ്ട്. ഹൃദയത്തിൽ നിന്നുള്ള പ്രധാന രക്തധമനിയായിട്ടുള്ള അയോർട്ടയ്ക്ക് ഉണ്ടാകുന്ന ചില കണ്ടീഷൻസ് ആയിട്ടുള്ള അയോർട്ടയുടെ വീക്കം അഥവാ അന്യൂറിസം, ആന്തരിക പാളി കീറൽ അഥവാ അയോർട്ടിക് ഡിസെക്ഷൻ പോലുള്ള കണ്ടീഷൻസിലും നടുവേദന ഒരു പ്രധാന രോഗലക്ഷണമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നട്ടെല്ലിനുണ്ടാവുന്ന അണുബാധ, ട്യൂമേഴ്സ് എന്നീ കണ്ടീഷൻസും നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ച് നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് നടുവേദന ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല. നടുവേദന വരുമ്പോൾ എന്താണ് അതിൻ്റെ പുറകിലുള്ള കാരണമെന്ന് നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ച് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രമിക്കണം. നടുവേദനയെ ഇനി ആരും തള്ളിക്കളയില്ലെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം.